ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നെക്സ്റ്റ് ജെൻ വിസ്റ്റത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് 6ാം ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ കോണുകളാണ്. അതിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇന്ന് ബാക്കി അതിൻ്റെ വൃത്തവിഭജനം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. വൃത്തവിഭജനം. ഇനി നോക്കി, തന്നിരിക്കുന്ന ചിത്രത്തിൽ ഒരു തണ്ണിമത്തൻ നിങ്ങൾക്ക് കാണാം, പകുതിയായി മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് എവിടെയും കണ്ടിട്ടുണ്ടോ? നോക്കൂ, നമ്മുടെ പ്രൊട്രാക്ടർ ഇതേപോലെ തന്നെ ഇരിക്കുന്നതല്ലേ. ഒരു വൃത്തത്തെ പകുതി മുറിച്ച് വെച്ചതുപോലെയാണ് രണ്ട് ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ ഒരു വൃത്തത്തെ പകുതിയായി മുറിച്ചതിനെ നമ്മൾ അർദ്ധവൃത്തം അഥവാ പകുതി വട്ടം എന്നാണ് പറയുന്നത്. ഇനി നോക്കൂ, അർദ്ധവൃത്തം. തന്നിരിക്കുന്ന പ്രൊട്രാക്ടറിൽ നിങ്ങൾക്ക് കുറേ നമ്പറുകൾ കാണാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. 0 മുതൽ 180 ഡിഗ്രി വരെയാണ് നമ്പറുകൾ എഴുതിയിരിക്കുന്നത്. അതിൽ കുറേ ചെറിയ ചെറിയ വരകളും നിങ്ങൾക്ക് കാണാം. ഈ വരകളെല്ലാം അതിൻ്റെ കേന്ദ്രത്തിലേക്ക് നീട്ടി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അർദ്ധവൃത്തത്തെ 180 ഭാഗങ്ങളാക്കി തിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൽ ഓരോ ഭാഗവും എത്ര ഡിഗ്രി ആയിരിക്കും അതിൻ്റെ കോണളവ്? കേന്ദ്രവുമായി ചേരുന്ന കോണളവ് എത്രയായിരിക്കും അറിയാമോ? 1 ഡിഗ്രി ആയിരിക്കും ഓരോന്നിൻ്റെയും അളവ്. അടുത്തത് ഇനി മുഴുവൻ വൃത്തം. തന്നിരിക്കുന്ന ചിത്രം നോക്കിയേ, ഒരു തണ്ണിമത്തനെ നമ്മൾ വട്ടത്തിൽ ചെത്തി വെച്ചിരിക്കുകയാണ് അല്ലേ. ഇനി വേറൊരു ചിത്രം കൂടെ നമുക്ക് നോക്കാം. നോക്കൂ, ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പ്രൊട്രാക്ടറിനെ ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെയും വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനൊരു വൃത്ത രൂപത്തിൽ നമ്മൾ നിർമ്മിച്ചു. കണ്ടോ? ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എത്ര നമ്പറുകൾ കാണാം? അതായത് ഒരു പ്രൊട്രാക്ടറിന് നമുക്ക് 0 മുതൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ടെണ്ണത്തിനാണെങ്കിലോ 180 + 180 മൊത്തം 360 ഡിഗ്രി വരും. അതായത് ഒരു വൃത്തത്തെ ചെറിയ ചെറിയ വരകൾ 360 സമഭാഗങ്ങളായിട്ടാണ് വിഭജിക്കുന്നത്. അതിലെ ഓരോ കോണിൻ്റെയും അളവ് എത്രയായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1 ഡിഗ്രി, അതായത് 1 ഡിഗ്രി ആയിരിക്കും ഓരോ ചെറിയ കോണിൻ്റെയും അളവ്. ഇനി നോക്കൂ, 10 ഡിഗ്രി ആണെങ്കിലോ വൃത്തത്തെ എത്ര ഭാഗങ്ങളായിട്ട് സമഭാഗം ചെയ്യും? അതായത് 360 ഡിവിഷൻ 10 = 36 സമഭാഗങ്ങളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നോക്കി, 60 ഡിഗ്രി ആണെങ്കിലോ ഒരു വൃത്തത്തെ 60 ഡിഗ്രി വീതം നമ്മൾ തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ എത്ര ഭാഗങ്ങൾ കിട്ടും? അതായത് 360 ഡിവിഷൻ 60 = 6 സമഭാഗങ്ങളായിട്ട് നമുക്ക് കിട്ടും. ഇനി നോക്കിയേ, നമ്മളിപ്പോൾ വരച്ച ചിത്രത്തിൽ ഇതിൻ്റെ ആരങ്ങളുടെ അറ്റങ്ങളില്ലേ, അതൊക്കെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 വശങ്ങളുള്ള ഒരു രൂപം കിട്ടും. കണ്ടോ? വലതു ഭാഗത്തൊരു രൂപം കണ്ടോ? അതുപോലെ നമുക്ക് കിട്ടും. ഇനി നോക്കി, നമുക്ക് 5 വശമുള്ള രൂപം വരയ്ക്കണം. അതിനായിട്ട് ഒരു വൃത്തത്തെ എത്ര ഡിഗ്രിയിൽ നമുക്ക് കോണളവ് എടുക്കാം? അതായത് 360 ഡിവിഷൻ 5 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 72 ഡിഗ്രി കിട്ടും. അത് വെച്ചിട്ട് കോൺമാപിനിയിൽ 72 ഡിഗ്രി അളവ് ഉപയോഗിച്ചിട്ട് നമ്മളിതുപോലെ വൃത്തത്തിനെ വിഭജനം ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അറ്റങ്ങൾ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ചിത്രം നമുക്ക് കിട്ടും. ഇനി നോക്കിയേ, നമ്മൾ ഇപ്പോൾ തന്നെ വരച്ച ചിത്രം കുറച്ച് വലത്തോട്ട് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്കതിനെ നേരെ നിർത്താൻ പറ്റുമോ നോക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് വലത്തോട്ടുള്ള ഒരു ആരം കണ്ടോ? അതിൻ്റെ അവിടെ നിന്ന് 90 - 72 ചെയ്ത് നോക്കാം. അതായത് നമുക്ക് 18 ഡിഗ്രി കിട്ടും. അതുണ്ടാക്കുന്ന വേറൊരു ആരം വരയ്ക്കാം. അതിനുശേഷം തുടർന്ന് നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് 72 ഡിഗ്രി ഇടവിട്ടിട്ടുള്ള ആരങ്ങൾ നമ്മൾ ചുറ്റും വരയ്ക്കുക. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വരയും കുറച്ച് ലെഫ്റ്റിലോട്ട് ഇടത്തോട്ട് ചേരുന്നതായിട്ട് കാണാം. അങ്ങനെ നമുക്ക് അവസാനം ആ രൂപവും മൊത്തം നിവർന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അടുത്ത നോക്ക് കുട്ടികളെ, നമുക്ക് ചുവടെയുള്ള ചിത്രങ്ങളിൽ മഞ്ഞ നിറമുള്ള ഭാഗവും പച്ച നിറമുള്ള ഭാഗവും മൊത്തം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ എന്താ വരിക? മഞ്ഞ നിറമുള്ളത് 20 ഡിഗ്രിയാണ്. അപ്പോൾ മൊത്തം ഡിഗ്രി എന്ന് പറയുന്നത് നമുക്കറിയാം 360 ആണ്. അപ്പം മഞ്ഞയുടെ ഭാഗം എന്ന് പറയുന്നത് 20/360 ആണ്. നമുക്ക് നോക്കുമ്പോൾ 1/18 കിട്ടും. ഇനി അങ്ങനെയാണെങ്കിൽ പച്ചയുടെ ഭാഗമോ? 18ൽ ഒരു ഭാഗം മഞ്ഞയാണെങ്കിൽ ബാക്കി എന്തായിരിക്കും? 17 ഭാഗവും പച്ചയായിരിക്കും. അതായത് 17/18. ഈ രണ്ടാമത്തെ ചിത്രത്തിലോ മഞ്ഞയുടെ ഭാഗം 24 ആണ്. അപ്പം നമുക്ക് 24/360 എന്ന് എഴുതാം. അതായത് 1/15. അപ്പോൾ അതിൽ 15 ഭാഗത്തിൽ ഒരു ഭാഗം മഞ്ഞയാണെങ്കിൽ 14 ഭാഗം പച്ചയായിരിക്കും. അതായത് 14/15 പച്ച ഭാഗം. ഇനി അടുത്ത ചിത്രത്തിൽ നോക്കിയേ, മഞ്ഞയുടെ ഭാഗം 54 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 54/360 എന്ന് എഴുതാം. അതായത് 3/20. 20ൽ 3 ഭാഗം മഞ്ഞയാണെങ്കിൽ ബാക്കി 17 ഭാഗം പച്ചയായിരിക്കും. അതായത് 17/20. അടുത്ത് നോക്കിയേ, അടുത്ത 3 ചിത്രങ്ങളിൽ കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചിത്രത്തിൽ മഞ്ഞയുടെ ഭാഗം 80 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മഞ്ഞ 80/36 അല്ല 360. അത് ചെറുതാക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2/9 കിട്ടും. അങ്ങനെയാണെങ്കിൽ പച്ചയുടെ ഭാഗം എന്തായിരിക്കും? 7/9. അടുത്ത് നോക്കിയേ, മഞ്ഞയുടെ ഭാഗം 108 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 108/360 = 3/10. അങ്ങനെയാണെങ്കിൽ പച്ച ബാക്കി 7/10 ആയിരിക്കും.
അടുത്ത് നോക്കിയാൽ നമുക്ക് മഞ്ഞയുടെ ഭാഗം വരുന്നത് 150 അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 150 ഡിവൈഡ് ബൈ 360 സമം 5/12 കിട്ടും. അങ്ങനെയാണെങ്കിൽ പച്ചയുടെ ഭാഗമോ ബാക്കിയുള്ള 7/12 ഭാഗം. അടുത്ത ചോദ്യം, വൃത്തങ്ങൾ വരച്ച് ചുവടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തി നിറം കൊടുക്കാനാണ്. ആദ്യത്തെ നമുക്ക് നോക്കാം 3/8. അതായത് ഒരു വൃത്തത്തെ 8 ഭാഗങ്ങളാക്കണം, അതിൽ 3 ഭാഗം നമുക്ക് നിറം കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ഭാഗം എത്ര ഡിഗ്രി കോണളവ് എടുക്കാം എന്നിങ്ങനെ നോക്കാം. 360 ഡിവിഷൻ 8 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 45 ഡിഗ്രി കിട്ടും. അത് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമ്മൾ വൃത്തത്തിനുള്ളിൽ ആരങ്ങൾ വരച്ച് 8 തുല്യ ഭാഗങ്ങളാക്കാം. അതിൽ 3 ഭാഗം കളർ ചെയ്യാം. ഇനി രണ്ടാമത് നോക്കി 2/5 ഭാഗം അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വൃത്തത്തിൽ നമുക്ക് 5 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നോക്കി ഓരോന്നിനും കോണളവ് എത്ര വരും? 360 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് 72 ഡിഗ്രി കിട്ടും. ഇനി നമ്മൾ കോൺമാപ്പിന് ഉപയോഗിച്ച് 72 ഡിഗ്രി വെച്ചിട്ട് 5 വര വരയ്ക്കുക, 5 ആരങ്ങൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചിത്രം കിട്ടും. ഇനി അതിൽ 2 ഭാഗം ഷെയ്ഡ് ചെയ്യാം. ഇനി നോക്കിയാൽ മൂന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് 9 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഓരോ കോണും ഇങ്ങനെ നമുക്ക് കിട്ടും. 360 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക, 4 9 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 40 ഡിഗ്രി കിട്ടും. അപ്പോൾ 40 ഡിഗ്രി നമ്മൾ കോൺമാപിനിയിൽ എടുക്കുക, എന്നിട്ട് ഓരോ ആരങ്ങൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചിത്രം കിട്ടും. അതിനുശേഷം 4 ഭാഗം ഷെയ്ഡ് ചെയ്യുക. അടുത്ത നോക്കിയും നാലാമത്തെ നമുക്ക് 12 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഓരോ കോൺ എങ്ങനെ കിട്ടും? വൃത്തത്തിൽ 360 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് 30 ഡിഗ്രി വീതം കിട്ടും. അപ്പോൾ കോൺമാപിനിയിൽ 30 ഡിഗ്രി വീതം എടുത്തിട്ട് നമ്മൾ ആരങ്ങൾ വരയ്ക്കുക. അതിനുശേഷം മൊത്തം വരച്ച് കഴിയുമ്പോൾ 5 ഭാഗം ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചിത്രം കിട്ടും. അടുത്തത് അഞ്ചാമത്തെ നോക്കിയേ, നമുക്ക് വൃത്തത്തെ 24 തുല്യ ഭാഗങ്ങളാക്കണം. അപ്പോൾ ഓരോന്നും എത്ര ഡിഗ്രി വീതം വരും? 360 ഡിവൈഡഡ് ബൈ 24 ചെയ്യുക. അപ്പോൾ നമുക്ക് 15 ഡിഗ്രി വീതം കിട്ടും. അത് കോൺമാപിനിയിൽ എടുത്തിട്ട് ആരങ്ങൾ വരയ്ക്കുക. അതിനുശേഷം 5 ഭാഗം ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് ലഭിക്കും. ഇനി നിങ്ങളോട് തന്നിരിക്കുന്ന ചിത്രങ്ങളെല്ലാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചിത്രങ്ങളായിട്ട് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ചിത്രം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഇതൊരു സമപഞ്ചഭുജമാണ്. നമുക്ക് 5 വശങ്ങൾ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഇഷ്ടമുള്ള ആരത്തിൽ നമ്മൾ ഒരു വൃത്തം വരയ്ക്കുകയാണ്. അതിൽ നിന്നും വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്നും നമ്മൾ സെൻറ്റർ മാർക്കിലേക്ക് ഒരു വര വരയ്ക്കുന്നു, ആരം വരയ്ക്കുന്നു. അതിനുശേഷം ആരത്തെ കേന്ദ്രമാക്കിയിട്ട് നമ്മൾ 72 ഡിഗ്രിയിൽ നമ്മളൊരു കോൺ വരയ്ക്കുകയാണ്. എന്നിട്ട് ആ ബിന്ദുവും കേന്ദ്രവുമായിട്ട് യോജിപ്പിച്ച് ഒരു ആരം വരയ്ക്കുന്നു. അതിനുശേഷം വീണ്ടും ആ ആരത്തിന് നമ്മൾ ബേസ് ചെയ്ത് 72 ഡിഗ്രി വീണ്ടും കോണളവെടുക്കുന്നു. സ്കെയിൽ ഉപയോഗിച്ച് നമ്മളത് യോജിപ്പിച്ച് വരയ്ക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ ആരം നമുക്ക് കിട്ടി. ഇതുപോലെ 2 ആരങ്ങൾ കൂടെ നമ്മൾ വരയ്ക്കുന്നു 72 ഡിഗ്രി കോണളവിൽ. കണ്ടോ? എല്ലാം നമുക്ക് എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 72 ഡിഗ്രി തന്നെയായിരിക്കും. അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. 72 ഡിഗ്രി എങ്ങനെ കിട്ടിയെന്നുള്ളത്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് 5 നമുക്ക് പോയിന്റുകൾ വൃത്തത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 5 ബിന്ദുക്കളുടെ അറ്റങ്ങൾ, ആരങ്ങളുടെ അറ്റങ്ങൾ തമ്മിൽ നമ്മൾ പരസ്പരം യോജിപ്പിക്കാം. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ പഞ്ചഭുജത്തിലെ ഔട്ടർ ലെയർ, പുറമേയുള്ള ആ വര നമുക്ക് അവിടെ ലഭിച്ചു. ഇനി പുറത്തുള്ള വൃത്തത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് മായ്ച്ച് കളയാം. എന്നിട്ട് എതിർവശങ്ങളെല്ലാം നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ. കണ്ടോ? ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ചിത്രം അവിടെ ലഭിക്കുകയാണ്. എന്നിട്ട് നമുക്ക് കളർ ഉപയോഗിച്ചിട്ട് അത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ചിത്രം നമുക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചിത്രം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഒരു ഇഷ്ടമുള്ള അളവിൽ നമ്മൾ കോമ്പസിൽ ഒരു ആരം എടുത്തിട്ട് നമ്മൾ ഒരു വൃത്തം വരയ്ക്കുകയാണ്. സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ വരച്ചതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു ആരം വരയ്ക്കുന്നു. അതിനുശേഷം കോമ്പസിൽ നമ്മൾ പ്രൊട്രാക്ടറിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 72 ഡിഗ്രിയിൽ കോണളവ് മാർക്ക് ചെയ്തിട്ട് ആരങ്ങൾ വരയ്ക്കുകയാണ്. നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. 72 ഡിഗ്രിയാണ് ഇവിടെയും എടുക്കുന്നത്. അങ്ങനെ നമ്മൾ 5 ആരങ്ങൾ അവിടെ വരയ്ക്കുന്നു വൃത്തത്തിൻ്റെ. അതിനുശേഷം അതിൻ്റെ തന്നിരിക്കുന്ന ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുകയാണ്. ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ യോജിപ്പിച്ച് വരച്ച് ഒരു നക്ഷത്രം, ഒരു സ്റ്റാറിൻ്റെ രൂപത്തിൽ നമ്മൾ നിർമ്മിക്കുന്നു. അതിനുശേഷം വീണ്ടും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ എതിർ കോണുകൾ യോജിപ്പിച്ച് വരയ്ക്കുകയാണ്. കണ്ടോ? തന്നിരിക്കുന്ന ബിന്ദുക്കൾ തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുന്നു. ഇപ്പം നമുക്ക് നടുഭാഗത്തും ഒരു ചെറിയൊരു സ്റ്റാർ നമുക്കവിടെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത വരകളൊക്കെ നമുക്ക് മായ്ച്ച് കളയാം. അതിനുശേഷം നിറം കൊടുത്ത് ഭംഗിയാക്കാം. കണ്ടോ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന രൂപം കിട്ടും.
ഇനി നമുക്ക് അടുത്ത ചിത്രം നോക്കാം. ഇത് വരയ്ക്കാനായിട്ട് നമുക്ക് 8 ഭാഗങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇഷ്ടമുള്ള അളവിൽ നേരത്തെ വരച്ചതുപോലെ തന്നെ ഒരു വൃത്തം നമ്മൾ വരയ്ക്കുകയാണ്. അതിനുശേഷം ഇഷ്ടമുള്ള ഒരു ആരം വരയ്ക്കുന്നു. എന്നിട്ട് പ്രൊട്രാക്ടറിൽ നമ്മൾ 45 ഡിഗ്രിയാണ് എടുക്കുന്നത്. 45 ഡിഗ്രി എങ്ങനെ വരുന്നത് സൈഡിൽ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആരങ്ങൾ വരയ്ക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ തുടർന്നുള്ള എല്ലാ ആരങ്ങളും 45 ഡിഗ്രിയിൽ നമ്മൾ വരയ്ക്കുകയാണ്. കണ്ടോ? എന്നിട്ട് നമ്മളത് യോജിപ്പിച്ച് കൊടുക്കുന്നു. അങ്ങനെ വരച്ചാൽ മാത്രമാണ് നമുക്ക് ആ ചിത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെല്ലാ ആരങ്ങളും വരച്ചു. നമുക്ക് 8 ആരങ്ങൾ കിട്ടി. എന്നിട്ട് അതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ്. കണ്ടോ? എല്ലാ അറ്റങ്ങളും നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് 8 വശങ്ങളുള്ള ഒരു ചിത്രം നമുക്ക് ലഭിക്കും. എന്നിട്ട് തന്നിരിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ എതിർകോണുകൾ നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുന്നു. കണ്ടോ? ചിത്രത്തിലേതുപോലെ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി വരച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത മറ്റു വരകളെല്ലാം നമ്മൾ മായ്ച്ചു കൊടുക്കുക. കണ്ടോ? ഇനി നമുക്ക് ചിത്രത്തിന് കളർ ചെയ്യാം. തന്നിരിക്കുന്ന ചിത്രം റെഡിയാണ്. ഇനി നമുക്ക് അടുത്ത ചിത്രം എങ്ങനെ വരയ്ക്കണേ നോക്കാം. ഇത് വരയ്ക്കാൻ നമുക്കൊരു വൃത്തം ആവശ്യമാണ്. ഇഷ്ടമുള്ള അളവ് നമ്മൾ ആരമായിട്ട് എടുത്തിട്ട് ഒരു വൃത്തം വരയ്ക്കുന്നു. ഇനി നമുക്ക് 8 ഭാഗങ്ങൾ മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്രൊട്രാക്ടറിൽ നമ്മൾ 45 ഡിഗ്രിയാണ് കോണളവ് എടുക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ 8 ഭാഗങ്ങളാക്കി നമ്മുടെ വൃത്തത്തെ ഡിവൈഡ് ചെയ്തു, ആരങ്ങൾ വരച്ചു. അതിനുശേഷം തന്നിരിക്കുന്നത് പോലെ തന്നെ നമ്മളതിൻ്റെ പുറമേയുള്ള ഭാഗം നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് പുറത്തെ ഭാഗം കിട്ടി. ഇനി നോക്കിയാൽ താഴെയുള്ള വര 90 ഡിഗ്രിയിലാണ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അത് 90 ഡിഗ്രി അടയാളപ്പെടുത്തിയത് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുക. ഇനി അതിന് എത്ര ഹൈറ്റ് വേണമെന്നുള്ളത് മെഷർ ചെയ്യാനാണ്. ഒരു വശം നമുക്കൊരു 3 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വന്നിരിക്കുന്നത്. അത് ഇതിൽ അടയാളപ്പെടുത്തുക. അതിനുശേഷം തൊട്ടിപ്പുറത്തെയും നമുക്ക് 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് 3 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന രീതിയിൽ നമ്മൾ അവിടെ മാർക്ക് ചെയ്യുക. അതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുക. നമുക്ക് ആ താഴെയുള്ള സമചതുരം നമുക്ക് അവിടെ ലഭിക്കും. ഇനി ആ തന്നിരിക്കുന്ന ആ കോർണറുകൾ നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് മായ്ച്ച് കളയാം. അതിനുശേഷം ക്രയോൺസ് ഉപയോഗിച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്യാണ്. തന്നിരിക്കുന്ന രൂപം നമുക്ക് കിട്ടും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമാണ് ടീച്ചറിടുന്ന ഇനി പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.